ഹായ്, ഏറെ രസകരമായ ഒരു ഇന്തോനേഷ്യൻ ചലച്ചിത്രം ലബീഹ് ദാരി സലമാന്യ. രസകരമായ ഈ ഒരു ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ സിനിമാ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും കഴിയുമെങ്കിൽ ഹൈപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് വിവാഹിതരായ സലീം റിഫ എന്നീ ദമ്പതികളെ കാണിച്ചുകൊണ്ടാണ്. അവർ അഗാധമായ പ്രണയത്തിലാണെന്നും എല്ലാ അർത്ഥത്തിലും പരസ്പരം ചേരുന്നവരാണെന്നും ജീവിതത്തിൽ മുന്നോട്ട് ഒരുപാട് പ്രതീക്ഷകൾ സൂക്ഷിക്കുന്നവരാണെന്നും അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അവരുടെ പ്രവൃത്തിയിലും അതെല്ലാം നിറഞ്ഞു നിന്നിരുന്നു. വിവാഹശേഷം അവരൊരു ചെറിയ വീട്ടിലേക്ക് താമസം മാറി. വീട് ചെറുതായിരുന്നെങ്കിലും അവരുടെ സ്നേഹം അവിടെ എപ്പോഴും ഒരു ഊഷ്മളത നിറച്ചിരുന്നു. വീട്ടിലെ ഓരോ കാര്യങ്ങളും ഒരുമിച്ചായിരുന്നു അവർ ചെയ്തിരുന്നത്. വീട് വൃത്തിയാക്കുന്നതും ദൈനംദിന ജോലികൾ പങ്കിടുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതുമെല്ലാം. ജീവിതം അത്രമേൽ മനോഹരമായി മുമ്പോട്ട് പോകുന്ന നാളുകൾ. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിലൊരു വിഭവം മാത്രം അവർക്കേറെ പ്രിയപ്പെട്ടതായി മാറി. ടെമ്പെ എന്നാണ് ആ വിഭവത്തിന്റെ പേര്. റിഫ ഏറെ സ്നേഹത്തോടെ തയ്യാറാക്കുന്ന വിഭവം സലീം എപ്പോഴും അതാസ്വദിച്ച് കഴിക്കുമായിരുന്നു. കാലം അങ്ങനെ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുഞ്ഞ് കടന്നു വന്നു. നാസിയ എന്ന് അവർ ആ കുഞ്ഞിന് പേരിട്ടു. അവരുടെ സന്തോഷം അത്രമേൽ വർദ്ധിച്ചിരുന്നു. അവരുടെ ആ ചെറിയ കുടുംബത്തിന്റെ കേന്ദ്രബിന്ദു അവളായി മാറി. അങ്ങനെ നാളുകൾ വീണ്ടും മുമ്പോട്ടേക്കൊഴുകി. ഒരു വൈകുന്നേരം റിഫ സലീമിന് ഒരു റിസ്റ്റ് വാച്ച് സമ്മാനമായി കൊടുത്തു. സർപ്രൈസായി അത് കിട്ടിയതും സലീമിന് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. റിഫയ്ക്കൊപ്പം ആ ജീവിതം അങ്ങനെ പങ്കിടാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് അവൻ തന്റെ നന്ദി അറിയിച്ചു. തന്റെ ആ ജീവിതം പൂർണ്ണമായതായി അവൻ ആ നിമിഷം തോന്നി. റിഫയ്ക്കും അതേപോലൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. എന്നാൽ ആ രാത്രിയിൽ അത്രയും സന്തോഷകരമായ ഒരു നിമിഷത്തിന് ഒട്ടും ചേരാത്തൊരു ചോദ്യം അവൾ സലീമിനോട് ചോദിച്ചു. ഞാൻ ആദ്യം മരിച്ചുപോയ സലീം രണ്ടാമത് വിവാഹം കഴിക്കുമോ എന്നായിരുന്നു അവളുടെ ചോദ്യം. സലീം അത് കേട്ടൊന്നും മിണ്ടിയില്ല. അവൾ തുടർന്ന് പറഞ്ഞു, പകുതി തമാശയായും പകുതി ഗൗരവത്തിലുമാണ് പറഞ്ഞത്. എനിക്കൊരിക്കലും അത് ഇഷ്ടപ്പെടില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. ഒരു പ്രേതമായി വന്ന് ഞാൻ നിന്നെ പിന്തുടരും. അത് കേട്ടതും ചെറു പുഞ്ചിരിയോടെ സലീം പറഞ്ഞു, നിന്നെ സങ്കടപ്പെടുത്തുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യില്ല. ഞാൻ മറ്റൊരു വിവാഹവും കഴിക്കില്ല. അത് കേട്ടതും റിഫയുടെ മുഖത്തൊരു സന്തോഷം വിരിഞ്ഞിരുന്നു. പക്ഷേ ജീവിതം നമ്മൾ തീരുമാനിക്കുന്ന പോലല്ലോ മുമ്പോട്ട് പോകുന്നത്. റിഫ തന്റെ കൂടെ ദീർഘനാൾ ഉണ്ടാകും എന്ന് സലീം എന്നും പ്രത്യാശ വെച്ചിരുന്നു. പക്ഷേ രോഗബാധിതയായി ചെറുപ്രായത്തിലെ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്റെ മരണമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ റിഫയുടെ ആത്മാവിന് പോലും പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. അവളുടെ മൃതശരീരം ഹാളിൽ കിടത്തുന്ന സമയത്ത് തന്റെ മൃതശരീരത്തിനടുത്തെത്തി റിഫയുടെ ആത്മാവ് പ്രയാസപ്പെട്ടത് നോക്കിക്കണ്ടു. തൊട്ടടുത്തിരുന്ന സലീമിനെ അവൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു. അവന്റെ മുഖത്ത് അങ്ങനെ ഒരു ദുഃഖമൊന്നും കാണാത്തതിൽ റിഫക്ക് വല്ലാത്തൊരു ആശയക്കുഴപ്പം തോന്നി. സലീം എന്താണ് ഞാൻ മരിച്ചിട്ടും ഇങ്ങനെ ഇരിക്കുന്നത്? എന്നെ കുറിച്ചെന്താ അവന് വിഷമം തോന്നാത്തത്? എന്തുകൊണ്ട് അവന് സങ്കടപ്പെടാത്തത്? അവൾക്ക് അതാലോചിച്ച് വലിയ വിഷമം തന്നെ തോന്നി. പക്ഷെ യാഥാർത്ഥ്യത്തിൽ സലീമും നാസിയയും അവരുടെ പ്രിയപ്പെട്ട റിഫയുടെ ആഘാതത്തിൽ അങ്ങനെ ഇരുന്നു പോയതായിരുന്നു. ആ ഷോക്കിൽ നിന്ന് വിട്ടുമാറാൻ തന്നെ കുറെ സമയമെടുത്തു. പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടുവെന്ന് അവർക്കിനിയും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റുള്ളവരുടെ മുന്നിൽ തളരാതെ നിൽക്കാൻ സലീം ശ്രമിച്ചെങ്കിലും ഒടുവിൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് മുറിയിലെത്തിയപ്പോൾ അവന്റെ സങ്കടം നിയന്ത്രണം വിട്ടു. റിഫയുടെ ചിത്രത്തിലേക്ക് നോക്കി അവൻ പൊട്ടിക്കരഞ്ഞു. ആ ചിത്രം തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സലീമിനടുക്കൽ റിഫയുടെ ആത്മാവ് അപ്പോൾ ഉണ്ടായിരുന്നു. അതീവ ദുഃഖത്തോടെ ആ ആത്മാവ് അവനെ നോക്കി നിന്നു. സലീമിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നാസിയക്കും ഉമ്മയുടെ ആ വേർപാട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദുഃഖം താങ്ങാനാവാതെ അടുത്ത ദിവസം താൻ സ്കൂളിൽ പോകുന്നില്ല, തനിക്കതിന് അനുവാദം തരണം എന്നവൾ അച്ഛനോട് പറഞ്ഞു. സലീം അത് സമ്മതിച്ചു. അവളുമായി സലീം അമ്മയുടെ കല്ലറയ്ക്കൽ പോയി. ശേഷം തിരികെ എത്തി. വീട്ടിൽ നാസിയെ തനിച്ചിരുത്തിയാൽ അവൾ ഒറ്റപ്പെട്ടെന്ന് തോന്നിയാലോ? അതുകൊണ്ട് ജോലിക്കായി ഇറങ്ങിയ സലീം മകളെയും തന്റെ കൂടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. ഓഫീസിലെന്ന് സലീമിനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സുറയ്ക്കുന്നില്ല. റിഫയുടെ മരണം സലീമിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ദുഃഖം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മീറ്റിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സലീമിന് സാധിച്ചില്ല. അതിന്റെ പേരിൽ ഒരു ശകാരം പോലും സലീമിന് കേട്ടു. കുറച്ചു ദിവസങ്ങൾ അങ്ങനെ മുമ്പോട്ടേക്ക് പോയി. നാസിയ സ്കൂളിൽ പോയി തുടങ്ങിയിരുന്നു. അന്ന് സ്കൂളിൽ ഒരു പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. റിപ്പോർട്ട് കാർഡ് വാങ്ങണം. സലീം നാസിയക്കൊപ്പം സ്കൂളിലേക്ക് ചെന്നു. തനിക്ക് ലഭിക്കാൻ പോകുന്ന മാർക്കിനെ കുറിച്ച് നാസിയക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് റിപ്പോർട്ട് കാർഡ് വരാൻ താൻ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞ് അവളെ പുറത്തു നിന്നു. സലീം അകത്തേക്ക് പോയി. ആ സമയം നാസിയ അവിടെ നിൽക്കുമ്പോ ഒരു സുഹൃത്ത് തന്റെ അച്ഛനമ്മമാരോടുകൂടെ സ്നേഹത്തോടെ പോകുന്നത് കണ്ടപ്പോ അവളുടെ ഉള്ളിൽ ദുഃഖം അനുഭവപ്പെട്ടു. മരണപ്പെട്ടുപോയ ഉമ്മയെപ്പറ്റി അവൾ
ഒന്നോർത്തു. അവളുടെ കണ്ണു നിറഞ്ഞു. കണ്ണുനീർ തോരുന്നതിനു മുമ്പ് ഒരു സഹപാഠി വന്ന് അവളുടെ ഉമ്മ വന്നില്ലേ എന്ന് നിഷ്കളങ്കമായി ചോദിച്ചു. നാസിയയുടെ ഉമ്മ മരണപ്പെട്ട വിവരം അവൻ അറിഞ്ഞിരുന്നേയില്ല. അത് അവളെയാകെ തകർത്ത് കളഞ്ഞു. ദുഃഖം താങ്ങാനാകാതെ അവൾ അവിടെ നിന്ന് നടന്നുപോയി. ക്ലാസ് മുറിക്കകത്ത് വെച്ച് നാസിയയുടെ പഠനത്തിലെ പുരോഗതിയെപ്പറ്റി അധ്യാപിക അഭിനന്ദിച്ച് സംസാരിക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ സലീമിന് അഭിമാനവും ആശ്വാസവും തോന്നി. റിപ്പോർട്ട് കാർഡ് വാങ്ങി അവൻ പുറത്തിറങ്ങി. നാസിയയെ അവിടെങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. അതോടെ നാസിയയെ അവൻ തിരയാൻ തുടങ്ങി. സ്കൂൾ മുഴുവൻ തിരഞ്ഞു. ഒടുവിൽ ഓഡിറ്റോറിയത്തിൽ തനിച്ചിരുന്ന് കരയുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന നാസിയയെ സലീം കണ്ടെത്തി. നാസിയക്കടുത്തെത്തി സലീം കാര്യം ചോദിച്ചു. കാര്യം മനസ്സിലായതും സലീം അവളെ ആശ്വസിപ്പിച്ചു. അവളുടെ റിസൾട്ട് ഏറെ മികച്ചതാണെന്നും മരണപ്പെട്ടുപോയ നിന്റെ ഉമ്മ നിന്നെയോർത്ത് അഭിമാനിക്കുന്നുണ്ടാകും എന്നും അദ്ദേഹം പറഞ്ഞു. നാസിയക്കും ഒരാശ്വാസം തോന്നിയിരുന്നു. അന്ന് രാത്രി തന്റെ ബെഡിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ സലീമിന്റെ ഓർമ്മകൾ ഭാര്യ ജീവിച്ചിരുന്ന ആ സുന്ദരമായ നാളുകളിലേക്ക് പോയി. അവളായിരുന്നു അവന് ജീവിത ലക്ഷ്യം നൽകിയത്. ആവേശത്തോടെ ജീവിക്കാനും സ്നേഹം നിറഞ്ഞ ജീവിതം പങ്കുവെക്കാനും പ്രേരിപ്പിച്ചത്, നല്ലൊരു മതവിശ്വാസിയാക്കിയതും ചിട്ടയുള്ള ജീവിതം നയിക്കാൻ പഠിപ്പിച്ചതുമെല്ലാം അവന്റെ പ്രിയപ്പെട്ട റിഫ തന്നെയായിരുന്നു. നാളുകൾ എത്ര വേഗം കടന്നുപോകുന്നു. ഋതുക്കൾ മാറിക്കഴിഞ്ഞു. റിഫ മരണപ്പെട്ടിട്ട് അത്രമേൽ വർഷങ്ങൾ പിന്നിട്ടു എന്ന് സലീം തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ 14 വർഷത്തോളം കടന്നുപോയി. റിഫയുടെ ആത്മാവാകട്ടെ അവനരികിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അവന്റെ ജീവിതത്തിലുടനീളം നിശബ്ദമായി റിഫ കൂട്ടിരുന്നുകൊണ്ടിരുന്നു. സലീം ഇപ്പോൾ വീട്ടിൽ തനിച്ചാണ് ജീവിക്കുന്നത്. പതിവ് പോലെ പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ വീട്ടിലെ ജോലികളൊക്കെ സലീം തനിച്ചു ചെയ്യും. റിഫയ്ക്കേറെ ഇഷ്ടപ്പെട്ട, സലീമിനേറെ ഇഷ്ടപ്പെട്ട അവരുടെ പ്രിയപ്പെട്ട വിഭവം ടെമ്പെ അതുണ്ടാക്കി ഫ്രിഡ്ജിൽ അവൻ കരുതി വെക്കാറുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ സലീം അതെടുത്ത് രുചിക്കും. നാസിയ വിവാഹിതയായി കഴിഞ്ഞു. ഭർത്താവിനോടൊപ്പം അവളിപ്പോൾ വേറെയാണ് താമസിക്കുന്നത്. മകളുടെ വിവാഹ ചിത്രത്തിലേക്ക് സലീം അന്നൊന്നു നോക്കി. അത് നോക്കിയപ്പോൾ തന്റെ ഏകാന്ത ജീവിതത്തെപ്പറ്റി സലീമിന്റെ ഉള്ളിലേക്ക് ഓർമ്മകൾ കടന്നു വന്നു. റിഫയോടൊപ്പമുള്ള ജീവിതത്തിന്റെ ആദ്യകാലത്തെ നല്ല ഓർമ്മകൾ വീണ്ടും സലീമിന്റെ മനസ്സിലേക്ക് ഇരച്ചെത്തി. ആ ഓർമ്മകൾ എന്തുകൊണ്ടോ സലീമിനൊരു ആശ്വാസം പകർന്നിരുന്നു. ഒരു ദിവസം പതിവ് പോലെ സലീം പുറത്ത് ചെടി നനച്ചുകൊണ്ടിരിക്കെ അയൽവാസി കൂടിയായ സെക്യൂരിറ്റി ഗാർഡ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. അദ്ദേഹം സലീമിനെ അഭിവാദ്യം ചെയ്തു പറഞ്ഞു, എതിർവശത്തെ വീട്ടിൽ പുതിയൊരു അയൽക്കാരി താമസിക്കാനെത്തിയിട്ടുണ്ട്. വിവാഹം കഴിക്കാത്തൊരു സ്ത്രീയാണ്. നാസിയ ഉടനെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോവുകയല്ലേ. സലീം ഉടൻ തന്നെ ഒരു മുത്തച്ഛനാകും. ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിലും നല്ലത് ഒരു പുതിയ ജീവിത പങ്കാളിയെ കണ്ടെത്തിക്കൂടെ എന്നൊക്കെ ആ സെക്യൂരിറ്റി തമാശയായി സലീമിനെ ഉപദേശിച്ചു. അത് കേട്ട് റിഫയുടെ ആത്മാവ് അങ്ങോട്ടേക്കെത്തി. റിഫയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദേഷ്യത്തിൽ റിഫയുടെ ആത്മാവ് അത് ശരിയാവില്ല, സലീം വേറെ വിവാഹം കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ സെക്യൂരിറ്റിക്കും സലീമിനും അത് കേൾക്കാനേ പറ്റില്ലല്ലോ. അന്ന് കുറച്ചു കഴിഞ്ഞപ്പോ സലീം മെഡിക്കൽ ചെക്കപ്പിനായി സ്ഥിരമായി പോകുന്ന ആശുപത്രിയിൽ പോയി. മകളിൽ നിന്നും മറ്റും സലീം ഒരു രഹസ്യം മറച്ചുവെക്കുന്നുണ്ടായിരുന്നു. സലീം അപ്പോൾ ഒരു ഹൃദ്രോഗിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സലീമിന്റെ ആരോഗ്യസ്ഥിതി മോശമായി വരികയാണ്. ഡോക്ടർ സലീമിനോട് സംസാരിച്ചു. കുറച്ച് ശ്രദ്ധിച്ചേ പറ്റൂ, ആരോഗ്യസ്ഥിതി മോശമാവുകയാണ്. നാസിയ ഗർഭിണിയാണല്ലോ. പെട്ടെന്നെന്തെങ്കിലും സംഭവിച്ചാൽ ആ വിവരം നാസിയോട് വൈകി അറിയിക്കുമ്പോൾ അവൾക്കതൊരു ഷോക്കാവും. അതുകൊണ്ട് നേരത്തെ പറയുന്നതാവും നല്ലത്. പക്ഷെ അത് വേണ്ടെന്ന് സലീം പറഞ്ഞു. ഗർഭിണിയായ മകളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഇപ്പോൾ അവളെ അറിയിക്കേണ്ടതില്ല എന്നായിരുന്നു സലീമിന്റെ തീരുമാനം. അതോടെ ഡോക്ടർ അങ്ങനാണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാതെ മറ്റൊരു കൂട്ട് കണ്ടെത്താൻ ഡോക്ടർ ഉപദേശിച്ചു. സലീം അതിനും സമ്മതിച്ചില്ല. തന്റെ ഭാര്യ മരണപ്പെട്ടെങ്കിലും ഇപ്പോഴും അവൾ അരികിലുള്ളതുപോലെ തന്നെയാണ് തനിക്ക് തോന്നുന്നതെന്നും താൻ തനിച്ചല്ലെന്നുമായിരുന്നു സലീമിന്റെ മറുപടി. ഇതൊക്കെ കേട്ട് റിഫയുടെ ആത്മാവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. സലീം തുടർന്നു പറഞ്ഞു, എനിക്കെന്റെ ഹൃദയം മറ്റൊരാൾക്കായി ഇനി തുറന്നു കൊടുക്കാൻ കഴിയില്ല. റിഫ മാത്രമാണ് എന്റെ മനസ്സിനെ തൊട്ട ഏക സ്ത്രീ. അരികിലിരുന്നിരുന്ന റിഫയുടെ ആത്മാവ് അവന്റെ ആ വാക്കുകൾ കേട്ട് ഏറെ വികാരാധീനയായി. പക്ഷേ ഡോക്ടറുടെ മുറിയിൽ നിന്നിറങ്ങി സലീം പുറത്തേക്ക് നടന്നപ്പോ അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. നാസിയയും ഭർത്താവും അദ്ദേഹത്തിനെതിരെ വന്നു. അവർ ചെക്കപ്പിന് വന്നതായിരുന്നു. അവിടെ വെച്ച് വാപ്പയുടെ ഹൃദയരോഗത്തെക്കുറിച്ച് നാസിയ തിരക്കി. ഇപ്പോ കുഴപ്പമൊന്നുമില്ലെന്നും ഒക്കെ ഓക്കെയാണെന്നുമായിരുന്നു സലീം മറുപടി പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ജനിക്കാൻ പോകുന്ന പേരക്കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചും ഗർഭാവസ്ഥയെപ്പറ്റിയും ഒക്കെ ചോദിച്ച് സലീം വിഷയം തന്നെ മാറ്റി. നാസിയക്കും ഭർത്താവിനും സംശയമൊന്നും തോന്നിയതുമില്ല. സലീം പോയതിനു ശേഷം തനിച്ച് താമസിക്കുന്ന അച്ഛനെക്കുറിച്ച് തനിക്ക് ആശങ്കയുണ്ടെന്ന് നാസിയ ഭർത്താവിനടുക്കൽ പറഞ്ഞു. പിന്നീട് കാറിനുള്ളിൽ ഇരിക്കുമ്പോൾ നാസിയയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം കണ്ട് റിഫയുടെ ആത്മാവിന് സന്തോഷം തോന്നി. അത് അവളുടെ വിവാഹത്തിന്റെ ആദ്യ നാളുകളെപ്പോലും ഓർമ്മിപ്പിച്ചു. റേഡിയോയിൽ അവരുടെ പ്രിയപ്പെട്ട ഗാനം വന്നപ്പോൾ സലീം പാടാൻ തുടങ്ങി. റിഫയുടെ ആത്മാവും കാറിലെ അടുത്ത സീറ്റിലിരുന്ന്
അത് പാടുന്നുണ്ടായിരുന്നു. പിന്നീടന്ന് സലീം തന്റെ ഭാര്യയുടെ കല്ലറയുടെ അടുത്ത് പോയി നാസിയ ഉടനെ പ്രസവിക്കും എന്ന ആ സന്തോഷ വാർത്തയെ അറിയിച്ചു. റിഫ ഇതൊക്കെ അല്ലാതെ തന്നെ അറിയുന്നുണ്ട് എന്ന് പാവം സലീം അറിയുന്നേയില്ലല്ലോ. സലീമിന്റെ വാക്കുകളൊക്കെ റിഫയുടെ ആത്മാവ് കേൾക്കുന്നുണ്ടായിരുന്നു. റിഫ സലീമിനോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ ഇനി വേറെ വിവാഹം കഴിക്കൊന്നും വേണ്ട, ആരെന്തു പറഞ്ഞാലും അത് ചെയ്യരുത്. പക്ഷേ സലീം ഇതൊന്നും കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സലീമിന്റെ വഴിയിൽ തടസ്സമായി മറ്റൊരു കാർ നിൽക്കുന്നുണ്ടായിരുന്നു. സലീം കാറിൽ നിന്നിറങ്ങി വന്നു. അവിടെ ടയർ പഞ്ചറായതിനെ തുടർന്ന് ഒരു സ്ത്രീ ടയർ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മില എന്ന സുന്ദരിയായ ഒരു സ്ത്രീ. സലീം അവരെ കണ്ടുമുട്ടി, അവരുമായി പരിചയപ്പെട്ടു. താൻ പുതുതായി അയൽപക്കത്ത് താമസിക്കാൻ വന്ന ആളാണ് എന്ന് മില പറഞ്ഞു. ആദ്യം അല്പം പരുഷമായിട്ടായിരുന്നു സലീം പെരുമാറിയത്. അവളുടെ കാർ വഴി തടസ്സപ്പെടുത്തി കിടക്കുന്നു. അവൻ അവളെ കുറ്റപ്പെടുത്തി. പക്ഷേ തന്റെ കാർ ജാക്കി കേടായെന്നും അതുകൊണ്ട് ടയർ മാറ്റാൻ കഴിയുന്നില്ലെന്നും മില പറഞ്ഞു. സലീമിന്റെ ജാക്കി ഒന്ന് കടമായി തരാമോ എന്ന് മില ചോദിക്കുകയും ചെയ്തു. സലീം തന്റെ ജാക്കി എടുത്ത് മിലക്ക് കൊടുത്തു. പിന്നാലെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ മില ജാക്കി തിരികെ എത്താനെത്തി. നന്ദി സൂചകമായി താൻ പാകം ചെയ്ത ഭക്ഷണവും മില സലീമിനായി കൊണ്ടുവന്നിരുന്നു. ആ നിമിഷം അവിടെ റിഫയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു. മില സലീമിനോട് അങ്ങനെ അടുപ്പം കാണിക്കുന്നതിലൊക്കെ റിഫയ്ക്ക് വല്ലാത്ത പൊസസീവ്നെസ്സും ദേഷ്യവും അസൂയയും പ്രകടമായി. അന്ന് കുറച്ചു കഴിഞ്ഞ് സലീം ജോലിക്കായി പോയി. ജോലി സ്ഥലത്ത് സലീമിന്റെ പുതിയ കമ്പനി മേധാവി പഴയ കമ്പനി ഉടമയുടെ മകൻ അദ്ദേഹത്തെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. നമ്മുടെ കമ്പനി ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പുതിയ സാങ്കേതിക വിദ്യകൾ കമ്പനിയിൽ നടപ്പിലാക്കുകയാണെന്നും അദ്ദേഹം സലീമിനോട് പറഞ്ഞു. തന്നെ പിരിച്ചുവിടാൻ പോവുകയാണോ എന്ന് സലീം ഭയപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനൊന്നും ഉണ്ടായില്ല. പുതുതായി ഒരു ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചിരുന്നു. അങ്ങോട്ടേക്ക് സലീം മാറ്റപ്പെട്ടു. പക്ഷെ ആ വാർത്തയും അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. 20 വർഷത്തെ സേവനത്തിനു ശേഷം പ്രായമായ ജീവനക്കാരെ ഒതുക്കാൻ വേണ്ടിയാണ് ഇത്തരം ഡിപ്പാർട്ട്മെന്റുകൾ ഉപയോഗിക്കുന്നതെന്ന് സലീമിന് നന്നായിട്ടറിയാമായിരുന്നു. ആ ഒരു നിമിഷം പഴയൊരു ഓർമ്മ അവനിലേക്ക് ഓടിയെത്തി. പണ്ട് ഭാര്യ ജീവിച്ചിരുന്നപ്പോൾ ഒരു ജോലിയിൽ നിന്ന് സലീമിന് പിരിഞ്ഞു പോരേണ്ടി വന്നു. അന്ന് സങ്കടപ്പെട്ടിരുന്ന അവനെ ആശ്വസിപ്പിക്കാനും എപ്പോഴും കൂടെയുണ്ടെന്ന് ഉറപ്പു നൽകാനും റിഫയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സലീം ഒറ്റയ്ക്കാണ്. സലീം വീട്ടിൽ തനിച്ചുള്ളപ്പോൾ പലപ്പോഴും തനിയെ സംസാരിക്കും. തന്റെ സങ്കടങ്ങൾ ഭാര്യ അവിടെ ഉള്ള പോലെ ആരോടുന്നില്ലാതെ അവൻ വിളിച്ചു പറയും. യാഥാർത്ഥ്യത്തിൽ അവിടെത്തുന്ന റിഫയുടെ ആത്മാവ് അതൊക്കെ കേൾക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അത്തവണ ജോലിയിലെ ആ മാറ്റവും മറ്റും സലീമിനെ വല്ലാതെ തളർത്തി. റിഫയുടെ ആത്മാവ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവനത് കാണാനോ കേൾക്കാനോ ഒന്നും കഴിയുന്നേ ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം പതിവ് പോലെ രാവിലെ സലീം എഴുന്നേറ്റു. വീട്ടുജോലികൾക്കിടയിൽ ഫ്രിഡ്ജ് തുറന്നപ്പോ മില നൽകിയ ഭക്ഷണം കണ്ടു. അത് രുചിച്ചു നോക്കാൻ അവൻ തീരുമാനിച്ചു. ഉടൻ തന്നെ റിഫയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു. സലീം ആസ്വദിച്ച് ആ ഭക്ഷണം കഴിക്കുന്ന കണ്ടതും റിഫയ്ക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. റിഫയുടെ ആത്മാവിന് നല്ല അസൂയ തന്നെ തോന്നി. അധികം വൈകാതെ നാസിയ അങ്ങോട്ടേക്കെത്തി. അച്ഛൻ തന്റെ ഹൃദ്രോഗ വിവരം മറച്ചുവെച്ച കാര്യം അവൾ അതിനോടകം മറഞ്ഞു കഴിഞ്ഞിരുന്നു. അതിന്റെ പേരിൽ അച്ഛനടക്കൽ അവൾ തർക്കിച്ചു. വല്ലാതെ ദേഷ്യപ്പെട്ടു. ആശുപത്രിയിൽ വെച്ച് കാർഡിയോളജിസ്റ്റിനെ കണ്ടപ്പോഴായിരുന്നു അവൾ സത്യം അറിഞ്ഞത്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യം അവളിൽ നിന്ന് മറച്ചുവെച്ചതിന് സലീമിനെ അവൾ കുറ്റപ്പെടുത്തി. തനിച്ചു താമസിക്കുന്ന സലീമിന്റെ ശീലത്തെയും അവൾ വല്ലാതെ വിമർശിച്ചു. ഉമ്മയോടുള്ള വാപ്പയുടെ സ്നേഹം, അദ്ദേഹത്തിന്റെ ലോയൽറ്റി എല്ലാം അവൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും ഗുരുതരമായ ഹൃദയരോഗമുള്ള വാപ്പ ഏതു നിമിഷവും നഷ്ടപ്പെടുമോ എന്ന ഭയം അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. തനിക്ക് തന്റെ പിതാവിനെ തന്റെ കൂടെ തന്നെ വേണമെന്നും ഇനിയൊരു പാരന്റിനെ കൂടെ തനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നും അവൾ വേദനയോടെ പറഞ്ഞു. അവളെ സമാധാനിപ്പിക്കാൻ സലീം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം സലീം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന റിഫയുടെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് അത് ദാനം ചെയ്യാൻ വേണ്ടി അടുത്തൊരു അനാഥാലയത്തിൽ പോയി. കാര്യങ്ങളൊക്കെ സാവധാനം മറക്കാൻ ശീലിക്കണം എന്ന് നാസിയ പറഞ്ഞേൽപ്പിച്ചതിനെ തുടർന്നായിരുന്നു അത്. അവിടെ വെച്ച് റിഫയുമൊത്ത് ദാനധർമ്മങ്ങൾ ചെയ്തിരുന്ന പഴയകാലത്തെ ഓർമ്മകൾ സലീമിന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. അന്ന് ദാനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന വസ്തുക്കളിൽ പുതിയ വസ്ത്രങ്ങളുമുണ്ടായിരുന്നു. ഇത്രയും പുതിയ വസ്ത്രങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദാനം ചെയ്യുന്നത് എന്നെന്ന് സലീം റിഫയോട് ചോദിച്ചു. അന്ന് റിഫ മറുപടി പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ലത് നൽകുമ്പോ നമുക്ക് ഏറ്റവും നല്ലത് തിരികെ ലഭിക്കും. ദൈവം നമുക്ക് അങ്ങനെയാണ് പ്രതിഫലം തരിക. സലീം കൊണ്ടുവന്ന വസ്ത്രങ്ങളുമായി അകത്തേക്ക് കയറി. അവിടെ വെച്ച് യാദർച്ഛികമായി സലീം വീണ്ടും മിലയെ കണ്ടുമുട്ടി. മിലയും വസ്തുക്കൾ ദാനം ചെയ്യാനെത്തിയതായിരുന്നു. അവിടെ വെച്ച് സംസാരിക്കുമ്പോ തന്റെ ഭാര്യ പണ്ട് പറഞ്ഞ അതേ വാചകങ്ങൾ മിലയും ആവർത്തിച്ചത് അക്ഷരാർത്ഥത്തിൽ സലീമിനെ ഞെട്ടിച്ചു. മില അവിടെ പതിവായി വരാറുണ്ടെന്നും ഒരുപാട് ദാനം ചെയ്യാറുണ്ടെന്നും സലീം അവിടെ വെച്ച് മനസ്സിലാക്കി. തന്റെ ഭാര്യയുമായി മിലയ്ക്കുള്ള ആസാമ്യം സലീമിന് അവഗണിക്കാൻ കഴിയുന്നതായിരുന്നില്ല.
അവിടെ നിന്നും മടങ്ങാൻ വേണ്ടി സലീം ഇറങ്ങുമ്പോൾ മഴ പെയ്തു തുടങ്ങിയിരുന്നു. മിലയ്ക്കന്ന് സലീം ലിഫ്റ്റ് കൊടുത്തു. കാറിനുള്ളിൽ സഞ്ചരിക്കുന്ന സമയം അവർ ഒരുപാട് സംസാരിച്ചു. സംസാരം അവരെ കൂടുതൽ അടുപ്പിക്കുന്നുണ്ടായിരുന്നു. കാറിനകത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്ന റിഫയുടെ ആത്മാവിന് അവർ സംസാരിക്കുന്നതൊക്കെ കണ്ട് വല്ലാതെ അസൂയ തോന്നാതിരുന്നില്ല. അവൾ വല്ലാതെ അസ്വസ്ഥയായി. കാറിലിരുന്ന് റിഫയുടെ ആത്മാവ് ആഗ്രഹിച്ചു, ഈ വണ്ടി ഒന്ന് കേടായെങ്കിൽ. പെട്ടെന്നത് സംഭവിച്ചു. സലീമിന്റെ കാർ കേടായി നിന്നു. പക്ഷേ അതവരെ തമ്മിൽ അകറ്റുന്നതിന് പകരം സലീമിനെയും മിലയെയും കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു ചെയ്തത്. സലീം മഴ നനഞ്ഞ് കാർ ശരിയാക്കാൻ നിന്നപ്പോൾ റിഫ കുട പിടിച്ചു കൂടെ നിന്നു. ആ നിമിഷങ്ങൾ അവരെ കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു ചെയ്തത്. അന്ന് രാത്രി വീട്ടിലെത്തി സലീം ഉറങ്ങുമ്പോൾ സലീമിന്റെ അടുക്കൽ റിഫയുടെ ആത്മാവ് കിടക്കുന്നുണ്ട്. റിഫയുടെ ആത്മാവ് വല്ലാതെ അസ്വസ്ഥതയിലായിരുന്നു. സലീമിന്റെ മനസ്സിൽ തനിക്ക് പകരം മറ്റൊരാൾ സ്ഥാനം പിടിക്കുമോ, തന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊക്കെ റിഫയുടെ ആത്മാവ് ഭയപ്പെട്ടു. സലീമാണെങ്കിൽ ഇതൊന്നും അറിയുന്നേയില്ല. അടുത്ത ദിവസം പുലർച്ചെ മില മുമ്പ് ഭക്ഷണം കൊടുത്തിരുന്ന ആ പാത്രം തിരികെ കൊടുക്കാൻ സലീം മിലയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ വെച്ച് സലീമും മിലയും സംസാരിച്ചു. സംസാരത്തിനിടയിൽ മില സലീമിനോട് അവിടെ അടുത്ത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കട എവിടെയാ ഉള്ളത് എന്ന് ചോദിച്ചു. സലീം മിലയെ തനിക്കിഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കടയിലേക്ക് കൊണ്ടുപോയി. പണ്ട് സലീമും റിഫയും ഒന്നിച്ച് പതിവായി പോവാറുള്ള പ്രഭാത ഭക്ഷണം കഴിക്കുന്ന ഒരു കടയായിരുന്നു അത്. അവിടെ ഇരുന്ന് അവർ അന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. അവിടെ വെച്ച് മില തന്റെ പഴയകാലത്തെ പറ്റി പറഞ്ഞു. മിലയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നതായിരുന്നു. പക്ഷേ എൻഗേജ്മെന്റ് കഴിഞ്ഞ് വിവാഹം നടക്കുന്നതിന്റെ തലേ ദിവസം അവളുടെ പ്രതിശ്രുത വരൻ മരണപ്പെട്ടു. അതിനുശേഷം അനുയോജ്യമായ ഒരാളെ കണ്ടെത്താൻ മിലയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഇപ്പോഴും അവൾ തനിച്ചു ജീവിക്കുകയാണ്. അതൊക്കെ കേട്ടപ്പോൾ സലീം നിശബ്ദനായി. മിലയിൽ പലപ്പോഴും തന്റെ ഭാര്യയുടെ സാമ്യങ്ങൾ സലീമിനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. സലീമും മിലയും കൂടുതൽ സൗഹൃദത്തിലായി. കൂടുതൽ അടുത്തു. നാസിയയും മിലയും പരിചയപ്പെട്ടു. നാസിയക്കും മിലയെ ഏറെ ഇഷ്ടപ്പെട്ടു. സലീമിന്റെ ജീവിതത്തിലും മിലയുടെ സാന്നിധ്യം കാരണം മാറ്റങ്ങൾ വന്നു തുടങ്ങി. അവന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു. ജോലിയിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എല്ലാവരോടും സന്തോഷത്തോടെ ഇടപഴകാൻ തുടങ്ങി. ഏകാന്തത പതിയെ മാറുന്ന പോലെ തോന്നി. എന്നാൽ റിഫയുടെ ആത്മാവിന് ഇതൊക്കെ കൊണ്ട് തന്റെ സ്ഥാനമെന്തോ നഷ്ടപ്പെടുന്ന പോലായിരുന്നു തോന്നിയത്. ഒരു രാത്രിയിൽ സലീം തന്റെ ഭാര്യയെ സ്വപ്നം കണ്ടു. സലീം എന്ന് റിഫയോട് സ്വപ്നത്തിൽ സംസാരിക്കുകയാണ്. അവൾക്കെന്നും തന്റെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുണ്ടായിരിക്കും എന്നാണ് സലീം അവളോട് പറയുന്നത്. ആര് വന്നാലും അവളുടെ സ്ഥാനം ഒരിക്കലും മാറില്ല എന്ന ആ വാക്കുകൾ നീളുന്നു. റിഫ അത് അംഗീകരിച്ചു. സലീം മറ്റൊരു പങ്കാളിയെ ചേർക്കേണ്ടതിന്റെ ആവശ്യകതയും ആ സ്വപ്നത്തിൽ റിഫ പറയുന്നുണ്ട്. റിഫയെ സലീം തന്നോട് ചേർത്തു പിടിച്ചു. പെട്ടെന്ന് ഉറക്കൽ നിന്ന് സലീം ഞെട്ടിയുണർന്നു. കലശലായ നെഞ്ചുവേദന സലീമിന് പിടിപ്പെട്ടിരിക്കുന്നു. വേദനയാൽ പൊളഞ്ഞ സലീം ബെഡിൽ നിന്ന് താഴെ വീണു. നെഞ്ചിൽ കയ്യമർത്തി ബോധരഹിതനായി അവൻ അവിടെ കിടന്നു. ഇതേസമയം മറുവശത്ത് നാസിയക്കും ശക്തമായ പ്രസവവേദന അനുഭവപ്പെടുകയായിരുന്നു. നാസിയ ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. അവിടുണ്ടായിരുന്ന റീഫയുടെ ആത്മാവാകട്ടെ തന്റെ പ്രിയപ്പെട്ട സലീം കുഴഞ്ഞു വീണ് കിടക്കുന്നത് കണ്ട് വല്ലാതെ അസ്വസ്ഥയായി. പാനിക്കായ റീഫ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിച്ചു. പുറത്തേക്ക് സലീം വീണ് കിടക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ ആരും അത് കാണുന്നേയില്ല. ആരും അത് കേൾക്കുന്നു പോലുമില്ല. പുലർച്ചെയായി കഴിഞ്ഞിരുന്നു. റീഫ പുറത്തുനിന്ന് മിലയുടെയും സെക്യൂരിറ്റിയുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കുകയാണ്. പക്ഷേ അവരാരും റിഫയുടെ സാന്നിധ്യം അറിയുന്നു പോലുമില്ല. പക്ഷേ പുറത്തിറങ്ങിയ മിലയ്ക്ക് ഒരു സംശയം തോന്നി. ഈ സമയത്ത് പുറത്ത് ചെടി നനയ്ക്കാൻ സലീമിനെ കാണേണ്ടതാണ്. അന്ന് കണ്ടിട്ടില്ല. സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞതും അവർ ആ വീട്ടിലേക്ക് ചെന്നു. സലീമിനെ വിളിച്ചിട്ട് അനക്കമൊന്നുമില്ല. അതോടെ വാതിൽ സെക്യൂരിറ്റി ചവിട്ടി തുറന്നു. അകത്തു നോക്കുമ്പോൾ സലീം കുടഞ്ഞു വീണ് കിടക്കുകയാണ്. ഉടനടി ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തുകൊണ്ട് സലീമിനെ അവർ ആശുപത്രിയിലേക്ക് മാറ്റി. സലീമിന് ഹൃദയസ്തംഭനം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഹൃദയത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ട ട്രീറ്റ്മെന്റുകളും മറ്റും അവിടെ അങ്ങ് ആരംഭിച്ചു. ഭാഗ്യവശാൽ സലീം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. മറുവശത്ത് നാസിയ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിരുന്നു. രക്ഷപ്പെട്ട സലീം തന്റെ മകളെയും കുഞ്ഞിനെയും കാണാനെത്തി. അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും സന്തോഷം കടന്നു വന്നു. റിഫയുടെ ആത്മാവും ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ റിഫയുടെ ആത്മാവിന് സന്തോഷത്തിനൊപ്പം എന്തുകൊണ്ടോ ഒരു വേദനയും അനുഭവപ്പെട്ടു. തനിക്ക് ഈ കുടുംബത്തിൽ ഇനി സ്ഥാനമില്ല എന്നവൾക്ക് തോന്നി. അവൾക്ക് അവിടെ നിന്ന് പോവേണ്ട സമയമായി എന്നവൾ ചിന്തിച്ചു. ഇനി സലീമിനടുത്തേക്ക് പോവണ്ടെന്നും തന്റെ ഫാമിലിയുടെ പിന്നാലെ പോവണ്ടെന്നും
എന്നും അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നും റിഫയുടെ ആത്മാവ് ചിന്തിച്ചു. തന്റെ കുഴിമാടത്തിലേക്ക് റിഫയുടെ ആത്മാവ് മടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സലീം റിഫയുടെ കല്ലറയുടെ അടുത്തെത്തി വിശേഷങ്ങൾ തന്റെ പ്രിയപ്പെട്ട റിഫയോട് പങ്കുവെക്കാൻ തുടങ്ങി. രോഗമായതുകൊണ്ടാണ് വരാതിരുന്നതെന്നും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതേയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. കൂട്ടത്തിൽ മകൾ പ്രസവിച്ച കാര്യവും കുട്ടിയുടെ വിശേഷങ്ങളും പങ്കുവെച്ചു. ഇതിനിടയിൽ എല്ലാത്തിനും സഹായമായി മില ഉണ്ടായിരുന്ന കാര്യവും മില തന്റെ നല്ലൊരു സുഹൃത്താണെന്നും സലീം വ്യക്തമാക്കി. നാസിയുടെ കുട്ടി കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ലെന്നും മില ഒടുവിൽ അവനെ എടുത്തപ്പോഴാണ് അവൻ കരച്ചിൽ നിർത്തിയത് എന്നൊക്കെ സലീം ചെറു പുഞ്ചിരിയിലങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നു. മിലയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി സലീം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്തിരുന്ന് റിഫയുടെ ആത്മാവ് കേൾക്കുന്നുണ്ടായിരുന്നു. റിഫയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നാലെ ഏറെ വേദനയോടെ വിതുമ്പലോടെ സലീം പറഞ്ഞു, ശരിയാണ്, നാസിയക്ക് മിലയെ ഇഷ്ടമാണ്. മിലയ്ക്ക് ഒരുപാട് നല്ല ക്വാളിറ്റികളുമുണ്ട്. പക്ഷേ എന്റെയുള്ളിൽ നിന്റെ സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ മിലയ്ക്ക് കഴിയുന്നേയില്ല. എനിക്ക് നിന്നെ മറക്കാനേ സാധിച്ചിട്ടില്ല. അത് പറയുമ്പോൾ അദ്ദേഹം വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വേദന കണ്ട് റിഫയുടെ ആത്മാവും അദ്ദേഹത്തോട് ചേർന്ന് കിടന്നു കരഞ്ഞു. അന്ന് വിതുമ്പി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കുഴിമാടത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്ന സലീം എന്ന വലിയ ഹൃദയമുള്ള ആ മനുഷ്യൻ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. വൈകാതെ സലീമിന്റെ മരണാനന്തര ചടങ്ങുകൾ ആരംഭിച്ചു. നാസിയ വേദനയിൽ കരയുന്നുണ്ട്. അവിടെ റിഫയുടെ ആത്മാവുണ്ടായിരുന്നു. പക്ഷേ റിഫയ്ക്ക് എന്തുകൊണ്ടോ വല്ലാത്തൊരു ആശ്വാസം തോന്നി. റിഫ നോക്കുമ്പോൾ സലീമിന്റെ ആത്മാവ് തന്നോട് കൂടെ തന്നെയുണ്ട്. റിഫയുടെ ആത്മാവ് സലീമിന്റെ ആത്മാവിന്റെ അടുക്കലേക്ക് ഓടിയെത്തി സ്നേഹത്തോടെ അദ്ദേഹത്തെ ചേർത്തു പിടിച്ചു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പണ്ട് തനിക്ക് തന്ന വാക്ക് അപ്പോഴും പൂർത്തീകരിച്ചിരിക്കുന്നു. ഇഹലോകത്തും പരലോകത്തും അവരൊന്നിച്ചു ജീവിക്കും. കൈകൾ കോർത്ത് അവരുടെ ആത്മാക്കൾ നിത്യതയിലേക്ക് നടക്കുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. ഏറെ രസകരമായ ഈ ഒരു പ്രണയ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും കമന്റ് ചെയ്തും ഹൈപ്പ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ.